ലാപ്ടോപ്പ് തിരിമറിയുടെ പിന്നില് ഇവനായിരിക്കും. അല്ല, ഇവനിതെന്തു പറ്റി? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പമ്മി നിൽക്കണത്. നല്ല എന്തു പറ്റിടാ? നീ എന്തെങ്ങനെയാക്കണേ? നീയൊന്നും വല്ല എടാകുളത്തിലും ചാടിയോ? അതോ എന്തെങ്കിലും തരികട പരിപാടി കാണിച്ചിട്ട് പോലീസ് എടുത്തിട്ട് ചതച്ചോ? സിറ്റുവേഷൻ മോശമായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അയാളടുത്ത് പൊരിച്ചേനെ. ഫ്രീ ആയിട്ട് വല്ല വഴക്കുണ്ടായോ? നീ എന്താടാ മൗനവ്രതത്തിലാണോ? എന്തോ അക്കടി പറ്റിയിട്ടുണ്ട്. ശരിടാ, ഇത് എന്ത് പാട്? ആ ആ മോളിത് എവിടെ പോയിരുന്നതാ? ഞാൻ ബാങ്കിൽ പോയത് അങ്കിളെ. അല്ലങ്കിളെ, ഈ വല്യമ്മയ്ക്കും ചേട്ടനും ഇതെന്തു പറ്റി? വല്ലാതെ സൈലന്റ് ആയിരിക്കുന്നു. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. രണ്ടും കുഞ്ഞാടുകളായിട്ട് മാറി. ഞാൻ പലതരത്തില് ജേട്ടനോട് ചോദിച്ചു. അമ്മയും മോനും കൂടി നല്ല വഴക്കായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇതെന്തു പറ്റി? എന്തായി മോനെ ആ ലാപ്ടോപ്പ് പ്രശ്നം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വേണേട്ടാ. അങ്ങനെ ഇന്നലെ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റി. രാജുവിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന്റെ സന്തോഷം കൊണ്ടല്ലേ? അതെ വേണേട്ടാ. രാജുവിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, രാജു കാരണം കുഴപ്പമുണ്ടാവുന്നത് വർമ്മസാറിനും കൂടെയല്ലേ? അതെ, രാഷ്ട്രീയല്ലേടി. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സാറിന് ശത്രുക്കള് പൊളിച്ചടയ്ക്കാന്. ദൈവം കാത്തുരക്ഷിയെന്ന് പറഞ്ഞാൽ മതി. വല്ലാത്ത ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല. എന്നാ നീ ഉറങ്ങടി. ഏയ്, അങ്ങനെ കിടന്നുറങ്ങുന്ന ഐശ്വര്യക്കേടാ. ഓ, രാവിലെ എഴുന്നേക്കുമ്പോ ഓർക്കും ആരെങ്കിലും ഒരു കാപ്പി കൊണ്ട് തന്നിരുന്നെങ്കിലെന്ന്. നിന്റെ ആഗ്രഹം നിന്റെ മരുമോളൊന്ന് അറിഞ്ഞാ മതി. ആ കൊച്ചു വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് കാപ്പി ഉണ്ടാക്കി കാത്തിരിക്കുമായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഞാനിത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു ലഘുനാടകമല്ലേ ഇവിടെ നടക്കുന്നേ? കീരികളും പാമ്പുകളും എന്ന നാടകം. ആ ഇനിയിപ്പോ കാപ്പി സ്വയം ഉണ്ടാക്കി കുടിക്കാം. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ പ്രിയേ, സഹധർമ്മിണി, ദാ ചായ കൃഷ്ണ ഗോവിന്ദ നാരായണ. എടുക്ക്. ആ ചുണ്ടോടടുപ്പിച്ച് തരണോ? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ മേഡം ചായ എടുക്ക്. ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത് എന്തു പറ്റി എല്ലാവർക്കും ഇവിടെ? അമ്മയും മകനെയും ദൈവം അലക്കി വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. നാരായണ ഹരേ. സച്ചിദാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ നാരായണ ഹരേ.